വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വോള്ളി ആർട്ടാണ്. വോള്ളി ആർട്ടിൽ നമ്മളൊരു മാരേജ് തീമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മാരേജ് തീം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു വലിയ ഒരു ഇതായിട്ട് ഗ്രാൻഡായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ബ്രൈഡ് മാത്രമേ ഉള്ളൂ ഇതിൽ. ബ്രൈഡിനെ ഒരു എന്താ പറയുക, പല്ലക്കിലിരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു തീമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബോർഡർ വരയ്ക്കുകയാണ്. ബോർഡർ കുറച്ച് നല്ല ഗ്രാൻഡായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോഴാണ് ആ കംപ്ലീറ്റ് ആർട്ടിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ ബോർഡർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ ലൈൻ എപ്പോഴും വരയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സിംഗിൾ ലൈനിൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഡബിൾ ലൈനിലാണ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഞാനിവിടെ 2 ബോർഡേഴ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസുമാണ് കൊടുക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് ലൈൻസ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ 1 സൈഡ് ബ്ലാക്കും അതുപോലെ തന്നെ 1 സൈഡ് ലൈനായിട്ടോ അങ്ങനെ ഏത് പാറ്റേൺസിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് 4 സൈഡ് നമ്മൾ വരച്ച് കൊടുക്കണം. 4 സൈഡിലും നമ്മൾ സെയിം ഡിസൈൻ കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ. ഞാനിവിടെ പെൻസിൽ കൊണ്ടാണ് ആദ്യം വരയ്ക്കുന്നത്. സാധാരണ വോർലി ആർട്ട് ഒക്കെ ആണെങ്കിലും അത് സാധാരണ ആക്ച്വലി എന്താണ് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു സ്പേസും ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പെന്നുകൊണ്ട് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തത്. അതിന് ശേഷം ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പെന്ന് വെച്ചിട്ട് ചെയ്തത്. അതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ബ്ലാക്ക് ഡിസൈനിൽ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബ്രഷ് പെൻ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഞാൻ കളർ കൊടുക്കുന്നത്. വേറൊരു കളറും ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ഫുൾ ബ്ലാക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ വോർലി ആർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോർലി ആർട്ട് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര റീജിയനിലുള്ള വോർലി എന്ന് പറയുന്ന ട്രൈബ്സ് അവർ ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് വോർലി ആർട്ട് എന്ന് പറയുന്നത്. അവരുടെ ഒക്കേഷൻസിലും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇവൻറ്റ്സിലൊക്കെ അവരവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് എന്താ പറയുക ഈ ഒരു വോർലി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ അവരധികം യൂസ് ചെയ്യുന്നത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ജിയോമെട്രിക്കൽ ഷേപ്സ് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. സർക്കിൾ, അതുപോലെ തന്നെ ട്രയാങ്കിൾ, പിന്നെ എന്താ പറയുക റെക്റ്റാങ്കിൾ, ഇത്തരം ഷേപ്സും കാര്യങ്ങളൊക്കെയാണ്, ലൈൻസും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ബിഗിനേഴ്സ് ആണെങ്കിലും നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും വരയ്ക്കാൻ. ഈ ഒരു ആർട്ടിൽ നമ്മൾ തുടങ്ങണമെങ്കിൽ നമുക്ക് ശരിക്കും നല്ല അത്രയും ഈസി ആയിട്ടുള്ളൊരു ആർട്ടാണ് കേട്ടോ വോർലി ആർട്ട് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും, കുട്ടികൾക്ക് വേണമെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഒട്ടും ഡ്രോയിങ് അറിയാത്ത ഒരാൾക്ക് പോലും വരയ്ക്കാൻ പറ്റുന്ന ആർട്ടാണ് വോർലി ആർട്ട്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിനെ വരയ്ക്കുന്ന സമയത്ത് ഹ്യൂമൻസിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ബട്ട് അവരുടെ ഒരു ബോഡി പോസ്ചർ നമ്മൾ വരയ്ക്കുന്ന ഒരു ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിലും അത് കുറച്ച് ബെൻഡ് ചെയ്തും അങ്ങനെയൊക്കെ വരയ്ക്കുന്ന സമയത്താണ് നമുക്ക് അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇത് കംപ്ലീറ്റ് ബ്ലാക്കാണ് കൊടുക്കുന്നത്, എല്ലാം ഒരേ ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സോ ആ ഒരു ബോഡി പോസ്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു ആൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു മനുഷ്യൻ, അത് സ്ത്രീയാണോ അല്ലെങ്കിൽ അത് പുരുഷനാണോ, അവരെന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ബോഡി പോസ്ചറും പിന്നെ ചെറിയ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരു ലേഡി ആൻഡ് ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മെയിലിൽ നമ്മൾ ഹെയർ കൊടുക്കില്ല. ബട്ട് ഫീമെയിലാണെങ്കിൽ ഒരു ചെറിയൊരു ഹെയർ, ഒരു സർക്കിൾ ഹെഡിൻ്റെ അവിടെ നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ടായിരിക്കും. അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹെയർ ആണ്, എന്ന് വെച്ചാൽ അതൊരു വുമൺ ആണെന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലത്തെ കുറച്ച് ഡിഫറൻസാണ് നമുക്ക് ഈ ഒരു ഹ്യൂമൺ ഷേപ്പിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലേഡീനെ വരയ്ക്കുകയാണ്, അതൊരു പെൺകുട്ടിയാണോ അതൊരു സ്ത്രീയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാണെങ്കിൽ അതും ഒരു ഹെയറിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം
ഒരു വുമൺ ആണെങ്കിൽ നമ്മൾ ഹെയർ ഇതുപോലെ സർക്കിൾ വെച്ച് സെമി സർക്കിൾ വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. എന്നാൽ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ മടഞ്ഞിടില്ലേ, നമ്മുടെ പിന്നിടുക എന്നൊക്കെ പറയില്ലേ മുടി, അങ്ങനെ 2 സൈഡിക്കും ആ ഒരു ഷേപ്പിൽ കൊടുക്കുക. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. സോ ആ ഒരു ബോഡി പോസ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരാൾ എന്ത് ചെയ്യാണ്, അതല്ലെങ്കിൽ അത് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഭയങ്കര ഈസിയാണ്, ബട്ട് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. ഇപ്പം നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു തീമിൽ ആക്ച്വലി 3 ലേഡീസ് ഉണ്ട്. ഇവിടെ 3 ലേഡീസ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്രൈഡ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു പല്ലക്ക് എടുക്കാൻ 2 ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന 2 പേര്, അങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന 2 ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന 2 പേരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലേഡീനെയാണ്. ആ ലേഡിയുടെ ഹെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. അതുപോലെ തന്നെ കയ്യിൽ ചെറിയ ജ്വല്ലറി ഒന്നും നമ്മളിതിനകത്ത് അങ്ങനെ ഗ്രാൻഡായിട്ട് കൊടുക്കുകയൊന്നുമില്ല. സോ അത് ലേഡിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു 2-3 ലൈൻസ് ചെറുത് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്കത് ഒരു ലേഡിയാണോ അല്ലെങ്കിൽ അതൊരു പുരുഷനാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഒരു നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ ഹ്യൂമൻസിനെ. സോ അതുപോലെ തന്നെ ഇപ്പോൾ ആ പല്ലക്കിലിരിക്കുന്ന ആ ലേഡിക്ക് ഞാൻ ഒരു ഷാള് പോലെ കൊടുക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ലേഡീസിൽ നിന്ന് നമുക്ക് കുറച്ച് ഡിഫറൻസ് വേണ്ട. ഇപ്പോൾ ഒരു ബ്രൈഡ് എന്ന് പറയുമ്പോൾ ഷാളും കുറച്ച് ഓർണമെൻറ്റ്സ് ഒന്നും നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ല. സോ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഒരു ഷാള് മാത്രമാണ്. സോ ആ ഒരു ഷാള് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഷോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതൊരു ചെക്ക് ചെറിയ ചെക്കായിട്ട് നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊന്നും അതിലും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. സോ ഇനി നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ അതിലും നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ചെറിയ ലൈൻസും അതുപോലെ തന്നെ ട്രയാങ്കിൾസ്, കുഞ്ഞു സർക്കിൾസ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഡ്രമ്മ് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറെ അതിൻ്റെ അപ്പുറത്ത് കാണാം വേറൊരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളെ. അത് നമ്മൾ കുറേശ്ശെ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പല്ലക്കിൻ്റെ അവിടെ നമ്മൾ അധികമൊന്നും ഡിസൈനൊന്നുമില്ല, ഈ ഒരു ലൈൻസ് വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത്. വേറെ ഡിസൈൻസൊന്നും ആ ഒരു പിടിക്കുന്ന ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവില്ല, എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ലൈൻസിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഡിസൈൻ ചെയ്തിട്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പല്ലക്ക് കുറച്ച് ചെറിയൊരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കാം. സോ ഒരുപാട് ഡിസൈൻസൊന്നുമില്ല, ജസ്റ്റ് ഇതും ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ ലൈൻസ്, അതുപോലെ തന്നെ ട്രയാങ്കിൾ, കുഞ്ഞി ട്രയാങ്കിൾസ്, അതിൽ ചെറിയ ഡോട്ട്സ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേണും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പല്ലക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാർലി ആർട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കൊടുക്കുന്ന കുഞ്ഞു ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. ചെറിയ ഡിസൈൻസും കുറച്ച് ഒരുപാട് വെറൈറ്റി പാറ്റേൺസും കാര്യങ്ങളൊന്നുമില്ല. കാരണം ട്രൈബൽ ആർട്ടാണ്. വാർലി ആർട്ട് ഇസ് എ ട്രൈബൽ ആർട്ട്. സോ അതിൽ ട്രൈബ്സിൻ്റെ ഒരു പ്രത്യേകതരം ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് നമ്മളിതിൽ വരുള്ളൂ. കാരണം അന്ന് അത്രയും ഫേസിൻ്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കുന്നില്ല. ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രയാങ്കിളാണ് മെയിനായിട്ട് വരുന്നത്. ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ ഇത് വെച്ചിട്ടാണ് ആക്ച്വലി കംപ്ലീറ്റ് ഡ്രോയിങ്ങും കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു പോസ്ചറിൻ്റെ ഡിഫറൻസും അതുകൊണ്ട് ആ ഒരു ഷേപ്പിൻ്റെ ഡിഫറൻസൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ആൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഒരു ആർട്ടിൻ്റെ പ്രത്യേകത. കംപ്ലീറ്റ് ആയി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണുമ്പോൾ. നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ഭയങ്കര ട്രയാങ്കിളും ഇതൊക്കെ സർക്കിളും അത് എന്താ ഇതിൽ ഇത്ര ഭംഗി എന്ന് വിചാരിക്കും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ആർട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ.
അപ്പോൾ ഈ ഒരു ആർട്ട് ഇന്നിപ്പോൾ നമുക്ക് ക്യാൻവാസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചുമരിലോ അങ്ങനെ മാത്രമല്ല കേട്ടോ കാണാൻ പറ്റും, ഹോം ഡെക്കറായിട്ടൊന്നും അല്ല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്കത് സാരിയിലും അതുപോലെ തന്നെ എന്താ പറയുക ഡ്രസ് മെറ്റീരിയൽസിലും ഒക്കെ ഈ ഒരു ആർട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബാഗും കാര്യങ്ങളൊക്കെ ജൂട്ട് ബാഗും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവില്ലേ, അതിലും നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട്. അത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു റെഡ് ആൻഡ് ബ്രൗണിഷ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഫ്രീ ഹാൻഡായിട്ടാണ് നമ്മൾ ഈ ഒരു ആർട്ട് ചെയ്യേണ്ടത്. ബട്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ബ്ലാക്ക് കളറിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമ്പിനേഷൻ മണ്ടാല പ്ലസ് വോള്ളി കോമ്പിനേഷൻ ഇങ്ങനെയൊക്കെ പലതും കണ്ടുവരുന്നുണ്ട്. ബട്ട് ട്രഡീഷണൽ വേയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ വൈറ്റ് പെയിൻറ്റ് അത് ഒരു റെഡ് ആൻഡ് ബ്രൗണിഷ് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ആണ് നമ്മളിത് ചെയ്യേണ്ടത്. പക്ക ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലത്തെ കാര്യമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.